വടകര BM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന പരിപാടി വടകര നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര BM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ SSLC, +2, +1 വിദ്യാർത്ഥികളെയും USS, LSS, ഫിസിക്സ്, ടാലന്റ് ടെസ്റ്റ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചു. അനുമോദന പരിപാടി വടകര നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പം ഫുൾ A+ കിട്ടിയിട്ടുള്ളത് 12 ഫുൾ A+ കിട്ടിയ 12 പേരാണുള്ളത്. നമുക്കറിയാം ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളൊന്നും ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാല് നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണത്താലൊക്കെ ആയിരിക്കും എന്തെങ്കിലും ചെറിയൊരു മാർക്കിന്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം വന്നിട്ടുണ്ടാവാം. അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത ചില നിങ്ങൾ +1, +2 ഒക്കെ ആകുമ്പോൾ തന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു സമയം നിങ്ങളെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ A+ കിട്ടി എന്നതുകൊണ്ട് മാത്രം നമ്മൾ എവിടെയൊക്കെയോ എത്തിയെന്നൊന്നും ഒരിക്കലും നിങ്ങൾ ധരിക്കരുത്. നമുക്ക് ഇനിയും നമ്മുടെ ഒരു ചെറിയ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട്. എന്ത് തന്നെയായാലും ഫുൾ A+ കിട്ടാൻ വിധത്തിൽ അതിനുവേണ്ടി ഇവിടെ ഇപ്പം ഫുൾ A+ കിട്ടി അനുമോദനം നടത്തുമ്പോൾ നിങ്ങൾക്കും കൂടി അതൊരു പ്രേരണയാകുന്ന വിധത്തിൽ എല്ലാവരും നല്ല മാർക്കോടുകൂടി അടുത്ത പ്രാവശ്യം നമ്മുടെ സ്കൂളിൻ്റെതായാലും നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയാലും ആ യശസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ അനുമോദന ചടങ്ങ് നമ്മൾ നടത്തുന്നത്. PTA പ്രസിഡന്റ് ഹരീന്ദ്രൻ കരിമ്പനപ്പാലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BM HSS പ്രിൻസിപ്പൽ സജിത K സ്വാഗതവും പറഞ്ഞു. മദർ PTA പ്രസിഡന്റ് മഹിജകുമാരി, ഹെഡ്മാസ്റ്റർ റൊണാൾഡ് വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദന പരിപാടിക്കു ശേഷം SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വടകര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ മുരളീധരന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഏറ്റവും അനുയോജ്യരായ ആളുകൾക്കാണ് ഏറ്റവും നന്നായിട്ട് അതിജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അപ്പം നമ്മളിലുള്ള കഴിവുകൾ മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ മുൻനിരയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ ആരുടെയും പിന്നിലിരിക്കാനോ പിന്നിൽ നിൽക്കാനോ പിന്നിലാവാനോ ഉള്ള ആളുകളല്ല. നമ്മളിൽ ഓരോരുത്തർക്കും ഒരുപാട് കഴിവുകളും ശേഷികളും പ്രാപ്തികളും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിയും കഴിവും ശേഷിയും പ്രാപ്തിയും ഒക്കെ നമ്മൾ പഠനത്തിനായിക്കോട്ടെ പഠനേതര വിഷയങ്ങളിലായിക്കോട്ടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കണം, എവിടെയെങ്കിലും മുൻനിരയിൽ കസേരകളോ ബെഞ്ചുകളോ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കണം നിങ്ങളുടെ സ്ഥാനം. ആ മുൻനിരയിലുള്ള കസേരകളിൽ ഇരിക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം അവിടെ ആയിരിക്കണം നിങ്ങളുടെ കണ്ണുകൾ പതിയേണ്ടത്. ആ കസേരയിൽ അല്ലെങ്കിൽ ആ സീറ്റിൽ എങ്ങനെ ഇരിപ്പ് കിട്ടും അല്ലെങ്കിൽ ഇരിപ്പുറപ്പിക്കാം എന്നതായിരിക്കണം നിങ്ങളുടെ ചിന്താഗതികൾ. സ്കൂൾ അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലേ താമോരാ. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ